ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഇതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ റെസിപ്പി. അപ്പോൾ കുറച്ച് അയില മീൻ കിട്ടിയപ്പോൾ ഞാനൊന്ന് കറി വെക്കാമെന്ന് കരുതി കേട്ടോ. കറി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു കുറുക്കിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ രാവിലെ ചോറൊക്കെ ആയി, അതിൻ്റെ ശേഷം മക്കൾ സ്കൂളിൽ പോയതിൻ്റെയൊക്കെ ശേഷമാണ് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. കാരണം സ്കൂൾ ടൈം ആകുമ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്യാമറ എന്താ പറയുക, ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റൂല. 9:30 സമയമാകുമ്പോഴേക്കിന് മോൻ്റെ ബസ് വരും. മോളത് പിന്നെ 10 മണിക്കാണ് കേട്ടോ. ഓൾ മദ്രസ വിട്ട് വന്നിട്ട് ഒക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് പിന്നെ ഓൾ പോവുള്ളൂ. ഓന് നേരത്തെ ബസ് വരും കേട്ടോ. അപ്പോൾ ഓനെ കൊണ്ടാക്കി വന്നിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് മതി കേട്ടോ. സാധനങ്ങൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതൊക്കെ. അപ്പോൾ തന്നെ ഞാനിത് 2-3 പ്രാവശ്യം കഴുകി എടുക്കട്ടെ കേട്ടോ. പിന്നെ കുട്ടികൾ പോണതിന് മുന്നേ തന്നെ എൻ്റെ ചോറും വേറെല്ല സാധനങ്ങളൊക്കെ ആവട്ടെ, ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുമ്പോൾ അതാവും. പിന്നെ കറി ഞാൻ അവർ പോയി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രീ ആവും ചെയ്യുമല്ലോ. പിന്നെ നമുക്ക് നമ്മളെ സമാധാനത്തിൽ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതൊക്കെ വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇത് കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ ഇതാ കാന്താരി പോലത്തെ മുളക്, അത് ഇവിടെ തൊടുവിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ആ മുളകിടാന്ന് കരുതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതുപോലെ എത്ര വലുപ്പത്തിലൊരു തക്കാളി, പിന്നെ അതാ കുറച്ച് വലിയ ജീരകം കൂടി ഞാനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അതൊക്കെ ഇടാന്ന് കരുതി. കറിവേപ്പിലയും മല്ലിച്ചപ്പും നമ്മളിത് ചട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ ശേഷമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് പോണത്. ഫസ്റ്റ് കറിവേപ്പിലിടും, പിന്നെ ഒന്ന് കറി തിളച്ച് വന്നതിന് ശേഷം മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമുക്ക്. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അത് അരച്ച് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, ദോശ അങ്ങനെയൊക്കെ എന്താ പറയുക കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ കറി ഉണ്ടാക്കിയാണ് പിന്നെ അതുപോലെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കുപ്പിയിൽ എണ്ണ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് CH-ൻ്റെ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കൽ. പിന്നെ കുട്ടികളെ തലയിലും കറികളൊക്കെ തേക്കാനായിട്ട് വേറെ ആട്ടിയ വെളിച്ചെണ്ണ അങ്ങനെ വാങ്ങിക്കാലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അയച്ചിടാം. അപ്പോൾ നമ്മൾ പാനൊന്ന് ചൂടായി സെറ്റാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അയച്ച് സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കറിയും കൂടി ആയിട്ട് വേണ്ട എനിക്ക് ബാക്കി പണികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ മക്കളെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വേറെ പരിപാടികൾക്കൊക്കെ തുടങ്ങലുള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ എല്ലാ പണികൾക്കൊക്കെ നീങ്ങാൻ. അപ്പോൾ ഇതാ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് തീയൊക്കെ സിമ്മിലാക്കി വെച്ചതേന് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരപ്പയ്ക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി റെഡിയായി വരട്ടെ. ഈ നേരത്തെ നമ്മൾ തീയൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ, എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. ഇതാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു മിക്സായിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്തതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ മല്ലിച്ചപ്പ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് കഴുകിയാണ്ടൊക്കെ എടുക്കട്ടെ കേട്ടോ. മല്ലിയിലും വേപ്പിൻ്റെ ഇലയൊക്കെ ഒരു വട്ടം ഞാൻ കഴുകി വെച്ചാണ്, ഒന്നും കൂടി ഒന്ന് കഴുകി സെറ്റാക്കി വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഉലുവയും കൂടി ഒന്ന് മൂത്ത് ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു അരപ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അരപ്പ് ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് പുളി അത് വെള്ളത്തിലിട്ട് വെക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പുളി വെള്ളത്തിലിട്ടത്, ഞാൻ മറന്നിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നേരത്തെ തന്നെ ഇട്ട് വെച്ചോണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നിങ്ങോട്ട് ബ്രൗൺ കളറായി വരട്ടത്. കളർ മാറിയതിൻ്റെ ശേഷം നമുക്ക് എന്താ പറയുക നമ്മളെ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഞാനിവിടെ ഒരു സ്പൂണ് മുളകാണ് ചേർത്തിട്ടുള്ളത്, കുറച്ച് മല്ലി, ഒരു സ്പൂണ് ഉപ്പ്, മഞ്ഞൾ അങ്ങനെ ചേർത്തിട്ട് ഒന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇവിടെ പൊതുവേ മക്കൾക്ക് മീനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ മീൻ അധികം വാങ്ങാറില്ല കേട്ടോ. അവർ കഴിക്കൂല മീൻ വാങ്ങിയാൽ തന്നെ. പിന്നെ ഞാനങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ മീൻ അധികം മേടിച്ച് വെക്കാറില്ല കേട്ടോ. അവർക്ക് ഇഷ്ടം ചിക്കൻ, അതുപോലെ എഗ്ഗ്, പൊട്ടാറ്റോ ഫ്രൈ അങ്ങനെയൊക്കെയാണ് അവരുടെ സ്കൂളിൽ കൊടുത്ത് വിടൽ. മീൻ അവർ രണ്ടുപേരും കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് വൈകിട്ടാണ് പുളി വെള്ളത്തിലിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കുതിരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മസാലകളൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് തന്നെ ചേർക്കണുള്ളൂ കേട്ടോ. കാശ്മീരി പൊടി ഇടുമ്പോൾ അതിൻ്റെ ഒരു കളർ വരുമ്പോൾ നല്ലൊരു കളറായിരിക്കും കേട്ടോ മീൻകറി. എന്നാൽ അധികം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, പക്ഷെ മീൻകറിക്ക് ഒരു കളർ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മളെ ഗ്രേവി. ഇനി ഗ്രേവി ഒന്ന് കാശ്മീർ പൊടിയൊക്കെ സെറ്റായി, മസാലകളൊക്കെ ഒന്ന് സെറ്റായി ലെവലായതിന് ശേഷം നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി ഇതാ ഞാൻ ഇട്ട് വെക്കാൻ നേരം വൈകിയതുകൊണ്ട് അതൊന്നും കുതിർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഞെരടീൻ്റെ ശേഷമാണ് അതിലേക്ക് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഗ്രേവി ഒന്ന് പുളിവെള്ളം കൂട്ടിയിട്ടൊന്ന് കറിയൊന്ന് ശരിയാവട്ടെ കേട്ടോ. അതായത് ഒന്ന് തിള വരട്ടെ കേട്ടോ. തിളയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ കഴുകി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി. മറ്റേത് വീഡിയോ എടുക്കലും മീൻ റെഡിയാക്കലൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് തിളച്ച് വന്നതിൻ്റെ ശേഷം മീൻ കറി, അതായത് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിളച്ച് അതിൻ്റെ എണ്ണ, നമ്മൾ വെച്ച എണ്ണ മുകളിലേക്ക് സൈഡിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ തവി ഒന്ന് മാറ്റി വെച്ചിട്ട് മീൻ അതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഓരോ മീനും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, മീനൊന്ന് വര ഇടാൻ കേട്ടോ. ഞാനത് ഈ വീഡിയോൻ്റെ എന്താ പറയുക, വീഡിയോ എടുക്കുന്ന ടൈമിൽ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻ ചെറിയ വരകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ആ മീനിക്ക് ഈ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വര വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ വെക്കാറുണ്ട്. അത് ഞാൻ മറന്നു പോയതാണ് വീഡിയോ എടുക്കുന്ന സാഹചര്യത്തിൽ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടു. അപ്പോൾ നമ്മൾ മീനൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. അധികം വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഇതിൽ. നമ്മളിത് കുറുക്കിയിട്ടാണ് എടുക്കാൻ വേണ്ടി പോണത്. പിന്നെ എനിക്ക് പൊതുവെ ഇവിടെ കറീൻ്റെ ആവശ്യം അധികമല്ല. മക്കൾ മീൻ, ഞാൻ പറഞ്ഞില്ലേ, മീൻ കറിയൊന്നും കൂട്ടാത്തതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ അധികം പുളിവെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു പാകത്തിന് കേട്ടോ. മീൻ വേകാൻ മാത്രമല്ല കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം മല്ലിച്ചപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചു, ഒന്ന് വേവിച്ചതിൻ്റെ ശേഷം നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തളയും കാര്യങ്ങളും വരുമ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് ചട്ടകവും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളത് തവി വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ട. കാരണം അയിലമീനായതുകൊണ്ട് പ്രത്യേകിച്ച് ഒടിയാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതാ മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുകൂടി അടച്ച് വെക്കാം കേട്ടോ. ഇനിയൊരു 5 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാമെന്ന് കരുതിട്ടോ. കഴുകി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി അവിടെ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് ആയും ചെയ്തോളും. ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. കുറച്ച് പാത്രങ്ങൾ രാവിലെ കുട്ടികളെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് വിട്ടപ്പോൾ ആ സമയം കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളാണ്.
അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മൾ മീൻകറിയൊക്കെ സെറ്റായി കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കിയപ്പോൾ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ വല്ലാതെ അങ്ങോട്ട് ഇളക്കി കൊടുത്താലും മുള്ളും അതിൻ്റെ പാർട്സൊക്കെ വേറെ വേറെ രീതിയിലാവും നിർത്തിയിട്ട് ഞാൻ വല്ല ടച്ച് ചെയ്തെടുത്തിട്ടാണ് കാണുന്നത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറി നല്ല അടിപൊളിയായ സ്മെല്ലാണ് കേട്ടോ. മീനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാശ്മീരിൻ്റെ കളറും പിന്നെ അതുപോലെ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ വേറെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ല റെഡി ആയിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടോ. എണ്ണയൊക്കെ മേലെ വേറെ തിളച്ച് ഒന്ന് വന്ന ശേഷം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ടൊന്ന് ഓഫാക്കിയിടാം കേട്ടോ. ഇനി അവിടെ ചെറിയ ചൂടിലവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ സമയത്തിൽ മീൻകറി വന്നപ്പോക്കിന് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ എത്ര കഴുകിയാലും എത്ര ക്ലീനാക്കിയാലും വീണ്ടും വീണ്ടും ചെയ്യാനില്ല ഒരേ ഒരു ജോലിയാണ് നമ്മളെ പാത്രം കഴുകലല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ല, എനിക്ക് മാത്രമാവില്ല. നമ്മുടെ പെണ്ണുങ്ങളെ സ്ഥിരം പണി തന്നെയല്ലേ പാത്രം കഴുകുക, അതുപോലെ തന്നെ അതെടുക്കുക വെക്കുക, കിച്ചൺ ക്ലീൻ ആക്കുക. അപ്പോൾ അതൊക്കെ ഒരു വിധത്തിൽ കഴിഞ്ഞു. നമ്മളെ മീൻകറിയും വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റ് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണാണ് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളൂ. ഈ എണ്ണ കേട്ടോ എൻ്റെ മോൾക്ക് ഞാൻ യൂസാക്കി കൊടുക്കില്ല. അതിപ്പോൾ ഞാൻ ഒരാഴ്ച ആയിട്ടുള്ള ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കും കൂടി എൻ്റെ ഇത് പറഞ്ഞു തരേണ്ട കേട്ടോ ഇൻഗ്രീഡിയൻസുകൾ. നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യണതായിരിക്കും. അപ്പോൾ ഇതാ വേറെ പരിപാടികളും കാര്യങ്ങളും ഇനി ക്ലീനിങ് ഉണ്ട്. അടിച്ചു വരാനും ഉണ്ടാക്കിയ ചമ്മലും കാര്യങ്ങളൊക്കെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുക തന്നെയാണ്. ഇവിടെയൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കാനാണ്. മക്കളെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിൻ്റെ ബാക്കി കഥകൾ ഇനി ചെയ്യാനാണ് ഇവിടേക്ക് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജൊക്കെ ആകെ ആയിട്ടുണ്ട്. അതൊരു വേറെ ദിവസം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ.